ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചൊരു പ്രത്യേക വീഡിയോ ആണ്. നമുക്കൊരു സന്തോഷമുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ 20K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഒരു 19 പോയിന്റ് സംതിങ് ആയിട്ട് കുറച്ച് കാലമായി ഞാൻ വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഒരാളേ അല്ല. കൺസിസ്റ്റൻസി വളരെ കുറവാണ്. പക്ഷെ എന്നാൽ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യും. പക്ഷെ ഫോളോവേഴ്സ് അങ്ങനെ ആണ് ഇപ്പോൾ ഈ 20K ഫോളോവേഴ്സ് ആയത്. പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമുക്കൊന്നൊരു പുറത്ത് പോയി കുറച്ച് മന്തിയൊക്കെ കഴിച്ചൊന്ന് സന്തോഷിക്കാൻ വിചാരിച്ചു. എപ്പോഴും നമുക്ക് എന്തെങ്കിലും എൻജോയ്മെന്റ് വരുമ്പോൾ എളുപ്പം കഴിക്കുന്ന സംഭവമാണ് മന്തി. അപ്പോൾ ചെറുക്കന്മാരൊക്കെ അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കാണ്. എല്ലാവരും കൂടിയാണ് പോണത് കേട്ടോ. ഞാനും നാത്തൂൻ്റെ കുട്ടികളും അങ്ങനെ ഒരു ടീമാണ് പോണത്. അപ്പോൾ ഞങ്ങൾ എവിടേക്ക് പോവാ? ഞങ്ങളിപ്പോ പ്ലാൻ ഇട്ടത് റെയ്ദാൻക്കാണ്, എടക്കര റെയ്ദാൻ. ഞങ്ങൾക്ക് അവിടുത്തെ മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പൊ ഞങ്ങള് റെയ്ദാൻക്കാണ് പോണത്. പിന്നെ നമുക്ക് അവിടുന്ന് കാണാം. അപ്പൊ ഞങ്ങള് പുറത്ത് പോട്ടെ. കാർ ഇറക്കിയിട്ടില്ല. അപ്പൊ സോന എനിക്ക് വണ്ടി ഇറക്കി കൂടിയോ? കുട്ടിപ്പട്ടാളങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. നമ്മളെല്ലാരും കാറ് കയറി ഇരിക്കാണ്. രാത്രി എങ്ങട്ടാ പച്ച പോണത്? ഇപ്പൊ എങ്ങട്ടാ പോണേ? രാത്രി ഇപ്പൊ ഒരു 9:30 മണി ആയിക്കണ്. ഈ ടൈമിലാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. ഇപ്പൊ കഴിച്ചാല് നമുക്ക് ആ ഒരു വൈബ് കിട്ടുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ ജിത്തു നമ്മളെ പാട്ട് ബ്ലൂടൂത്ത് കണക്ട് ആക്കി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ അവനെ ഞാൻ പാട്ടിടാൻ അയക്കൂല. ജിത്തു എളുപ്പം കയറി. ഇനി അവിടെ മന്തി കഴിയൂട്ടോ. ഇന്നലെ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത അപ്പൊ മന്തി കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് പോണത്. റെയ്ദാൻക്കാണ് പോണത്. നോർമലി നമ്മള് മുസ്വല്ലിക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് റെയ്ദാനാക്കി എന്താ വെച്ചാല് റെയ്ദാനത്തെ അൽഫാമും പെരി പെരി ചിക്കനും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ അത് കഴിക്കാൻ വെച്ചു. പിന്നെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഒക്കെ പറയുമ്പോ എന്തിനാണ് ഇപ്പൊ അതൊക്കെ എന്തിനാന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ഈ ഇൻഫ്ലുവൻസേഴ്സിന് അതിൻ്റെ അത് ഇടങ്ങേറ് മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ചെയ്തിട്ട് ഫോളോവേഴ്സ് ഒന്നും കയറാതെ വ്യൂസ് ഒന്നും കയറാതെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഇപ്പൊ നോർമൽ റീൽസ് കാണാൻ വേണ്ടി മാത്രം ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമില്ല. 20K അല്ലേ, അത് 12 പക്ഷെ നമ്മൾ അക്കൗണ്ട് പബ്ലിക് ആക്കി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടും നമുക്ക് ശരിക്കും ഫോളോവേഴ്സും കയറുന്നില്ല, വ്യൂസും കിട്ടുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കണ ഒരുപാട് പുതിയ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓർക്ക് അതിന്റെ വാല്യൂ അറിയുള്ളൂ, ഫോളോവേഴ്സിന്റെ ഒക്കെ കേട്ടോ. അപ്പോൾ ഇപ്പൊ നമുക്ക് എല്ലാരും കൂടി ഹെൽപ്പ് കൊണ്ടാണ് ഇങ്ങനെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് ഫാമിലിക്ക് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഗീവയോ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഫോളോവേഴ്സിന് കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളും പറയാ എന്താണ് വേണ്ടത് എന്നുള്ളത്. ചെറിയ ചെറിയ പരിപാടിയുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ആഗ്രഹം കേട്ടോ. എന്താ ഒന്ന് ഒരൊറ്റം ലോറി ഓട്ടുക, അങ്ങനൊക്കെ ഓരോ ആഗ്രഹം. നിങ്ങൾ ഇപ്പൊ കാറോട്ടാണെന്ന് വെച്ചാൽ കാറോട്ടാണ് അങ്ങനെ പഠിച്ചേ. ഈ ഇതുണ്ടല്ലോ ഡ്രൈവിങ് എനിക്ക് ഭയങ്കര ഒരു പാഷനാണ്. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് ഡ്രൈവിങ് പഠിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ലേ. കാരണം വീട്ടിൽ വണ്ടിയില്ല. പിന്നെ പണ്ടൊക്കെ ഒരു മറ്റേ അംബാസഡറോ ഏതാണ് ആ കാറ്, പണ്ടത്തെ ഒരു കാറില്ലേ എടാ ജിത്തുവോ, എനിക്കറിയോ? ഒരു ടാക്സിക്കൊക്കെ ഉള്ള അംബാസഡർ ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു കാറൊക്കെ ഇടക്കൊക്കെ വന്ന് പോയിട്ടുണ്ട് പെല്ലിയില്. അല്ലാതെ സ്കൂട്ടി വണ്ടി ഒന്നും കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രൈവിങ്. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്കൂട്ടി പഠിക്കണത് നമ്മളെ സ്കൂളിന്ന് അല്ല, എന്റെ ഏട്ടത്തിന്റെ സിസ്റ്റർ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അളിയാക്ക വരുമല്ലോ. അപ്പൊ അളിയാക്ക സ്കൂട്ടിമ്മയാണ് വരിക. അപ്പൊ ഒരു ദിവസം ഇതേപോലെ ഓലി ഇങ്ങനെ വീട്ടിലിരിക്കും. അപ്പൊ ഞാൻ അളിയാക്കാണ്ട് ഇങ്ങനെ ചോദിച്ചു, അളിയാക്ക ഞാൻ സ്കൂട്ടി ഒന്ന് എടുക്കട്ടെ ചോദിച്ചു. അപ്പൊ സംഭവം അന്ന് ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഒരു വട്ടം പോലെ കയറി ഇരുന്നിട്ട് പോലും ഇല്ല. പക്ഷെ സൈക്കിൾ ഓട്ടാൻ അറിയാം, സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് അളിയൊക്കെ ഫുൾ കോൺഫിഡൻസിൽ എടുത്തോന്ന് പറഞ്ഞു. പക്ഷെ അത് വേറെ ആരും അങ്ങനെ ഒരു കോൺഫിഡൻസിൽ എനിക്ക് വണ്ടി തരാൻ ഞാൻ ചോദിച്ചിട്ടുമില്ല. പിന്നെ ആരും തരും തോന്നണമില്ല കേട്ടോ. ഫസ്റ്റ് ആ വണ്ടിയാണ് ഞാൻ ഒരു സ്കൂട്ടി പഠിക്കുന്നത്. എന്നിട്ട് എങ്ങനെ സ്റ്റാർട്ടാക്കാല് പറഞ്ഞു, അതേപോലെ എങ്ങനെ ബ്രേക്ക് പിടിക്കല് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിൽ രണ്ടിലും നമ്മളാണ് വണ്ടി എടുത്തു. പക്ഷെ ഇപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ വണ്ടി ഓട്ടാന്ന് പറയുമ്പോ ചിലവൾക്കൊരു ഇതാണത്.
പെണ്ണുങ്ങൾ വണ്ടി തൊട്ട് അറിയുമ്പോ ഒരു പുച്ഛഭാവം ചിലർക്ക് ഈ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഇല്ല ജിത്തൂരുണ്ടാ പുച്ഛഭാവം. സോനുവിന് അധികം ഒന്നുമില്ല തോന്നുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ സ്കൂട്ടി എടുത്തെന്ന് പറഞ്ഞു തരുന്നത്. ഞാനാണ് എടുത്തെന്ന് പോയിക്കാണ്. അത് എനിക്ക് ഈ സൈക്കിൾ ബാലൻസ് ഉണ്ടായതുകൊണ്ട് ഈ സാരം അങ്ങനെയാണ് ആദ്യമായിട്ട് സ്കൂട്ടി പഠിക്കുന്നത്. പിന്നെ ഈ കാറ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും സാധ്യമാവും എന്ന് വിചാരിക്കാത്ത ആഗ്രഹങ്ങളാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു പഠിച്ച ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ നടക്കാൻ ഇപ്പൊ നമ്മളെടുത്തില്ലല്ലോ എന്ന്. പക്ഷെ നമ്മളെ ആഗ്രഹം നമ്മൾ മറന്നാലും ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ മാതിരി പഠിച്ചോ മറക്കില്ല. അതെങ്ങനെയും നമ്മളെ കൈക്ക് വന്ന് ചേരും നല്ലതാണെങ്കിൽ. അങ്ങനെയാണ് ഇപ്പൊ ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിച്ചു. കല്യാണം കഴിച്ച് ഇവിടെ കാക്കുവിന്റെ വീട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് കാക്കുവിന്റെ കാർ എടുക്കുന്നത് ഞാൻ പാച്ചുവിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് കാറ് വാങ്ങുന്നത്. കാരണം ഹോസ്പിറ്റലിൽ പോവാനെന്നുള്ളൊരു ആവശ്യത്തിന് മാത്രം നോർമൽ ഒരു സെക്കൻഡ് കാറ് അന്ന് നമ്മൾ ആ റെഡ് അൾട്ടോ വാങ്ങുന്നത്. അത് ആ ഒരു ആവശ്യത്തിന് മാത്രം. പക്ഷെ ആ ഒരു കാറ് വീട്ടിൽ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവിംഗ് പഠിച്ച ഓട്ടേനിയലോ എന്നൊരാഗ്രഹം വന്ന് ഞാൻ ലൈസൻസിന് കൊടുത്തപ്പോ ഒക്കെ കാക്കുനോട് പറഞ്ഞ സ്കൂട്ടിക്ക് മാത്രം കൊടുത്താൽ മതി, കാറൊക്കെ പണിയാണ് അങ്ങനെ പറഞ്ഞ് എടുത്തിട്ടില്ലേ. ഇനി പിന്നെ പൂമോളത്താത്തയാണ് കാക്കുവിന്റെ സിസ്റ്റർ. പൂമോളത്താനെ കുറെ ആൾക്കാർക്ക് അറിയില്ല. കാറൊന്ന് കാറും കൂടി സ്കൂട്ടി വെക്കേണ്ടി നിൽക്കണ്ടായിരുന്നുണ്ട്. അങ്ങനെ ഞാൻ ലൈസൻസിന് രാവിലെ കാക്കു നീച്ചിന് മുന്നേ ക്ലാസ്സിന് പോവും. ഇമ്മ എല്ലാത്തിനും സപ്പോർട്ടാണ്. ക്ലാസ്സിന് പോവും. അന്ന് ചില ഓൺലൈൻ ബിസിനസ് ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ അതിനൊക്കെ കിട്ടുന്ന വരുമാനം കൊണ്ട് കാറിന്റെ ലൈസൻസിന്റെ പൈസ ഒക്കെ കൊടുത്ത് അങ്ങനെ ആഗ്രഹം കൊണ്ട് എടുത്താണ് കാറ്. എന്നിട്ട് ഞാൻ അതിന്റെ ലൈസൻസ് എടുക്കാൻ കാറ് സ്കൂട്ടിക്കൊപ്പം ഞാനും കാക്കും പോയിട്ട് എനിക്ക് കാറ് കിട്ടുന്ന കാക്കൊരു പോലെ ഒരു ഐഡിയ ഇല്ലേ. പക്ഷെ പെട്ടെന്ന് കാറും കിട്ടിയാന്നിപ്പോ കാക്കാകാൻ തോന്നി. പക്ഷെ അതിന് ശേഷം വണ്ടി കാക്കു തരലോട്ടി കുറച്ച് പിന്നെ ഞാൻ ആരെങ്കിലും ചെറുക്കന്മാരാരെങ്കിലും ഒപ്പം കൊണ്ടിരുത്തി പോകലുണ്ട്. അപ്പൊ കാക്കു ഗൾഫിൽ പോയിട്ട് വീട്ടിൽ പിന്നെ വണ്ടി എടുക്കാനും ആരില്ലാതായി. അപ്പൊ പിന്നെ അങ്ങനെ സ്വാഭാവികമായിട്ട് എടുത്താണ് ഇപ്പൊ സ്വന്തം ഇഷ്ടത്തിന് എവിടെയും പോവാം. പക്ഷെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. ഒരാവശ്യത്തിന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണ പൈസ കൊണ്ട് മാത്രമല്ല. ഈ ഡ്രൈവിംഗ് ഒക്കെ നമുക്കൊരു ഇൻഡിപെൻഡൻസ്, നമുക്കൊരു സ്വാതന്ത്ര്യം തരും, ഒരു ഫ്രീഡം തരും. കാരണം എന്ത് കാര്യം ഇപ്പൊ എനിക്കിപ്പോ നമുക്ക് രാത്രി ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോകണം, ആരെയും നമുക്ക് കാക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഞാൻ കുട്ടികളെ കംപ്ലീറ്റ് പെറുക്കിയെടുത്ത് പോകുന്നില്ല. നമ്മളെ ആവശ്യത്തിന് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എവിടെയും പോവാം. അതാണ് നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിച്ചാലും ഒക്കെ ഉള്ള സുഖം. അപ്പൊ ഡ്രൈവിംഗ് എന്തായാലും പഠിക്കുക. എല്ലാ ലേഡീസിനോട് നമുക്ക് പറയാനുള്ളതാണ്. ബോയ്സിനും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പഠിക്കും. അപ്പൊ നമ്മള് റെയ്താൻ എത്താനായി. സോനുവിന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കട്ടെ. സോനു ഔട്ട്ഫിറ്റ് ഒന്ന് നോക്കട്ടെ. ഇതാണ്ട് ഗൈസ് ഇപ്പത്തെ മോഡല് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. നമ്മള് റേദാനിൽ ഇറങ്ങിട്ട് ഗൈസ്. നിറച്ച് തിരക്കാണ് തോന്നുന്നത്. ഞാനാണെങ്കി വന്നപ്പോ കുറച്ച് ചോറ് തിന്നും ചെയ്തിരുന്നു. അതുകൊണ്ട് വലിയ വിശപ്പില്ല. എന്ത് ചെയ്യും? ഞങ്ങക്ക് എന്താ വേണ്ടിയത്? എരില്ല അൽഫാമാണോ വേണ്ടിയത്? എരില്ലാത്ത പിന്നെന്താ വേണ്ടിയേ? വേണ്ടേ? പറയാം. അതാ നമ്മളെ റൈസ് എത്തിക്കണേ. നല്ല പെരിപെരിയാണ് ഞാൻ ഓർഡർ ആക്കിയത്. നല്ല എരിവുണ്ട് കേട്ടോ, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇറച്ചി എനിക്ക് വേണ്ടെങ്കിൽ ഓന് കൊടുക്കാം. വെള്ളറച്ചി നാക്കണ പാച്ചുവിന് ഇറച്ചി. പാച്ചുവിന് ഇറച്ചി കൊടുത്തു കൊടുത്തടാ.
ഇപ്പം ഫുഡ് കഴിക്കട്ടെ ഗായ്സ്. നല്ല അടിപൊളി പെരി പെരി മന്തിയാണ്. എങ്ങനെ നീനോ രസനോ? കംപ്ലീറ്റ് ഫുഡ് കഴിക്കലും കഴിഞ്ഞു കേട്ടോ. അല്ല ഒരു യുദ്ധം കഴിഞ്ഞു പോയി. പിന്നെ ഞങ്ങള് കൈ കഴിക്കണീക്കട്ടെ. ഇവിടെ നിറച്ചും തിരക്കണം കണ്ടില്ലേ, എല്ലാം കൂടി കൈയ്യേക്കാൻ പോയിട്ടില്ല. അതുണ്ട് ഇവിടെ കാലക്കാലില്ല, ഇവിടെ കാക്കണ്ടേ വരറിയില്ല. കുറെ കാക്കാണ് ഉണ്ടായി, പക്ഷെ എല്ലാം നമുക്ക് പോവട്ടോ. അങ്ങനെ പോയൊക്കെ ഇതെന്ത് സാധനം കണ്ടില്ലേ, ചീന ബേസ്റ്റ് കൊട്ട കണ്ടില്ലേ, പൈസ കാക്കുന്ന സാണ്. ഇതാണ് വലുതാണിത് ഗൈസ്, വലുതാണത്. എട്ടെണ്ണുണ്ട്, എത്രണ്ണുണ്ട് വിളിച്ചുണ്ട് കണ്ടില്ലേ. എന്തോ ഫാഷൻ്റെ മുന്നിൽ കൂടെ പോകുന്നുണ്ട് കണ്ടില്ലേ. ഹലോ ഹായ്, ഇപ്പം എത്ര വീടുള്ളൂ. ബൈ. നല്ല ഫുഡോ കഴിച്ച് അടിപൊളി. അപ്പൊ നമ്മളിതാ പോവാണ്ട് വീട്ടിക്ക് പോവല്ലേ ഗൈസ്?